സമൂഹ മാധ്യമത്തിൽ ഒരു കുറിപ്പ് കണ്ടു. ജിഹാദി ഫണ്ടിങ്ങിൽ പ്രവർത്തിക്കുന്ന നിരീശ്വരവാദികളായ ഏതാനും ഗുണ്ടകൾ നേതൃത്വം കൊടുക്കുന്നതുമായ അൽമായ മുന്നേറ്റമെന്ന സംഘം സഭയേക്കാൾ മുകളിൽ വളരുക എന്ന ലക്ഷ്യം കൈവരിച്ചിരിക്കുന്നു. ഇനി ഷൈജു പറഞ്ഞാൽ എറണാകുളം അച്ഛന്മാർ അതിനപ്പുറം പോകില്ല എന്നും, എന്തിനേറെ എറണാകുളം അപ്പസ്തോലിക് അഡ്മിനിസ്ട്രേറ്ററും പോകില്ല എന്നും, പോയാൽ ഒറ്റക്കെട്ടായി പണി കൊടുക്കാൻ മാത്രം വളർന്നു കഴിഞ്ഞു എന്നും, കുർബാന തർക്കം ആയിരുന്നില്ല പ്രധാന പ്രശ്നമെന്നും ഇപ്പോഴെങ്കിലും തുറന്നു പറഞ്ഞല്ലോ എന്നാണ് ആ കുറിപ്പിൽ കണ്ടത്. പാവപ്പെട്ട സാധാരണ വിശ്വാസികൾക്ക് അതായിരുന്നു മുഖ്യ പ്രശ്നം. ഇവരുണ്ടാക്കിയതും കൂടാതെ ധാരണയിൽ എല്ലാവരും ഒപ്പിട്ട തട്ടിക്കൂട്ടിടപാടിൽ പറഞ്ഞതുമായ പ്രധാന വ്യവസ്ഥയായ ഞായറാഴ്ചകളിലും തിരുനാൾ ദിനങ്ങളിലും ഒരു ഏകീകൃത കുർബാന എന്ന കാര്യം പോലും പാലിക്കാതെ വിമത ഡീക്കന്മാർക്ക് പട്ടം കൊടുക്കണമെന്നാണ് ഇപ്പോൾ പറയുന്നത്. പട്ടം കൊടുക്കാത്ത പക്ഷം അടുത്ത ഞായറാഴ്ച മുതൽ ഏകീകൃത കുർബാന അർപ്പിക്കാൻ സമ്മതിക്കില്ല എന്ന് ഭീഷണി മുഴങ്ങുന്നു. 100-ൽ താഴെ പള്ളികളിൽ, അതും ഉച്ചയ്ക്ക്, ആ നേരത്തെ കുർബാന ഒരു പ്രഹസനമായി നടത്തിയതാണ് ഇവർ പറയുന്ന വിട്ടുവീഴ്ച. 150-ന് മുകളിൽ പള്ളികളിൽ കുർബാന അർപ്പിക്കാതെ ഇരുന്നതിന് കാരണം പറയുന്നത് അവിടുത്തെ വിശ്വാസികൾ എതിർത്തു എന്നാണ്. താല്പര്യമില്ലാത്തവർ പങ്കെടുക്കേണ്ട എന്ന ഓപ്ഷനുള്ള കാര്യത്തിൽ വിശ്വാസികൾ സമ്മതിച്ചില്ല എന്ന വാദം വരുന്നത് എങ്ങനെയാണ്? ഇവരുടെ ഭീഷണികൾക്ക് മുമ്പിൽ പേടിച്ചും താഴ്ന്നും നിൽക്കുന്ന ഗതികെട്ട അവസ്ഥയിലാണോ സീറോ മലബാർ സഭയുടെ സിനഡും മേജർ ആർച്ച് ബിഷപ്പും എന്ന് സ്വയം ആത്മപരിശോധന ചെയ്യുക. നടപടികൾ സ്വീകരിച്ച് ഈ കബാലികളെ സഭയിൽ നിന്ന് ഒരു അധികാര ശക്തിയായി വളരുന്നതിൽ നിന്നും തടയിടുക.